ഹലോ, ഞാനിന്ന് ആർട്ടിസൻ സോപ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിസൻ സോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനെയാണ് നമ്മൾ ആർട്ടിസൻ സോപ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കോൾഡ് പ്രോസസ് സോപ്പിലാണ്. കോൾഡ് പ്രോസസ് സോപ്പിലും അതേപോലെ മെൽറ്റ് ആൻഡ് പോറിലും ഒക്കെ നമുക്ക് ആർട്ടിസൻ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോൾഡ് പ്രോസസ് സോപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. ഓയിൽസും ബട്ടേഴ്സും ലൈ സൊല്യൂഷനിൽ മിക്സ് ചെയ്തിട്ട്, ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് ഓയിൽസും ബട്ടേഴ്സും സോഡിയം ഹൈഡ്രോക്സൈഡിൽ മിക്സ് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് സോപ്പ് ഉണ്ടാകുന്നത്. അത് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചതാണ് അല്ലേ. അതായത് ആസിഡ്സും ആൽക്കലിയും കമ്പൈൻ ചെയ്തിട്ടാണ് സോപ്പ് ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഓയിൽസിലുള്ള ഫാറ്റി ആസിഡ്സും പിന്നെ അതേപോലെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൽക്കലിയാണ്. അപ്പോൾ ആ ഫാറ്റി ആസിഡ്സും ആൽക്കലിയും തമ്മിൽ മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് സോപ്സും ഗ്ലിസറിനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കോൾഡ് പ്രോസസ് സോപ്പിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോപ്പും ഗ്ലിസറിനും കൂടിയാണ് കോൾഡ് പ്രോസസ് സോപ്പിൽ ആഡായി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോപ്പിന് നമ്മൾ കോൾഡ് പ്രോസസ് സോപ്സ് എന്ന് പറയുന്നത്. ഈ കോൾഡ് പ്രോസസ് സോപ്സ് നമുക്ക് വൺസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്യൂറിങ് പീരീഡിന് സെറ്റ് ചെയ്ത് വെക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്യൂറിങ് പീരീഡ് ഒരു 4 to 6 weeks ക്യൂറിങ് പീരീഡിൽ ഇത് വെക്കണം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കളറ് സ്റ്റേബിൾ ആവാനും പിന്നെ ഫ്രാഗ്രൻസ് എസെൻഷ്യൽ ഓയിൽ അതിൻ്റെ സ്മെല്ല് എൻഹാൻസ് ചെയ്യാനും പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എന്തെങ്കിലും സപ്പോണിഫൈ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ തന്നെ സപ്പോണിഫൈ ആവും. പക്ഷേ എന്തെങ്കിലും പെൻഡിങ് ആയി ഇതിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യൂറിങ് പീരീഡിൽ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാർഡ് ബാറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 4 to 6 weeks നമ്മളിത് ക്യൂറിങ്ങിന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസൈൻസ്, ആർട്ടിസൻ ഡിസൈൻസ് ഞാൻ പറയാം. പല ടൈപ്പ് ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. തീംസ് ചെയ്യാൻ പറ്റും. അതായത് സൺസെറ്റ്, പിന്നെ അതേപോലെ നൈറ്റ് വ്യൂ, മോർണിംഗ് വ്യൂ, ഓഷ്യൻ തീം, ഇങ്ങനെ പല തീമുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള 1-2 തീംസ്, കുറച്ച് തീംസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മളെ വൈൽഡ് ടെർമറിക് സോപ്പാണ്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഡിസൈൻ, ഒരു സ്വേൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഡിസൈൻസ് ചെയ്യാം. പിന്നെ ഇത് ക്ലൗഡാണ്, ക്ലൗഡ്സിൻ്റെ ഒരു തീം ചെയ്തതാണ്. ഇത് ലാവൻഡർ സോപ്പാണ് കേട്ടോ. ലാവൻഡറും പിന്നെ ഗ്രീൻ ക്ലേയും കൂടി ചേർത്തിട്ടുള്ള സോപ്പാണ്. സെർബിയൻ ബ്ലൂ ക്ലേയും ഉണ്ട്. ഈ സോപ്പ്, അതായത് ഈ വൈൽഡ് ടെർമറിക് സോപ്പ് ആക്നെ സ്കിന്നിലുള്ള ആൾക്കാർക്ക്, അതായത് മുഖക്കുരും പിന്നെ അതേപോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പാണ് കേട്ടോ. ഈ വൈൽഡ് ടെർമറിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് ഫ്രഞ്ച് പിങ്ക് ക്ലേ ആണ്. ഇത് വേറൊരു ഡിസൈനാണ്. ഈ ഫ്രഞ്ച് പിങ്ക് ക്ലേയും അതേപോലെ ജെൻലി എക്സ്ഫോളിയേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ചാർക്കോളാണ്. ചാർക്കോളും അതേപോലെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വേറൊരു ഡിസൈനാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് മാത്രമേ സൂട്ടാവുള്ളൂ കേട്ടോ. നോർമൽ സ്കിന്നുകാർക്ക് ഓക്കെ, കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഓക്കെ, പക്ഷേ കൂടുതലും ഓയിലി സ്കിന്നുള്ളവർക്ക് സൂട്ടായിരിക്കും ഈ ഒരു ഇത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈന് ചെയ്തിട്ടുള്ളത് ഉപ്താൻ പൗഡർ വെച്ചിട്ടാണ്. ഉപ്താൻ പൗഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് പിന്നെ അതേപോലെ കുറേ ഗുണങ്ങളുണ്ട് ഉപ്താൻ പൗഡറിന്. പിന്നെ മുഖക്കുരു, അങ്ങനെ ഒരുപാട് ഹെർബൽ പൗഡേഴ്സിൻ്റെ ഒരു മിക്സാണ് ഉപ്താൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈൽഡ് ടെർമറിക്, റെഡ് സാൻഡൽവുഡ്, വൈറ്റ് സാൻഡൽവുഡ്, ഇങ്ങനെ കുറേ സാൻഡൽവുഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്രഞ്ച് പിങ്ക് ക്ലേ ആണ് യൂസ് ചെയ്തത്. ഇതിലൊരു ഫെദർ ടെക്നിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ഇതിലും ഒരു ഫെദറിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ ഇതിൽ വാട്ടർമെലൺ തീമിൽ ചെയ്തിട്ടുള്ള സോപ്പാണ്. അതേപോലെ ലെമൺ ഗ്രാസിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഡിസൈനുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഓഷ്യനാണ്, ഓഷ്യൻ്റെ തീമിൽ ചെയ്തതാണ്. ഇത് മുൾട്ടാനി മിട്ടിയാണ് ഈ കളർ കാണുന്നത്. അപ്പോൾ അങ്ങനെ പല കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് വന്നിട്ട് ലെയറാണ്, 2 ലെയറിൽ ചെയ്തിട്ടുണ്ട്. ഇത് 4 ലെയേഴ്സിൽ ചെയ്ത സോപ്പാണ്. നീമിൻ്റെ സോപ്പാണ് കേട്ടോ. നീം പിന്നെ അതേപോലെ ചാർക്കോള്, ബെൻറ്റോണൈറ്റ് ക്ലേ എന്നൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സോപ്പാണിത്. പിന്നെ ഇതിൽ പപ്പായ പൗഡറും വൈൽഡ് ടെർമറിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആയിരിക്കും എഫക്റ്റീവ് ആവാം. അപ്പോൾ ഇതിൽ ഡ്രൈ സ്കിന്നുകാർക്ക് നമുക്ക് സൂട്ടാവുന്ന സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സോപ്പാണിത്. ഇത് നമ്മൾ ബെൻറ്റോണൈറ്റ് ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒഹോബ ഓയിൽ ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല സൂട്ടായിരിക്കും.
പിന്നെ ബാക്കിയുള്ളവർക്ക് നമുക്ക് നോർമൽ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാർക്ക് മാത്രമേ സൂട്ടാവുള്ളൂ. പിന്നെ അതുപോലെ ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിന്നെ അതേപോലെ ആക്നെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ള സോപ്പാണ് വൈൽഡ് ടർമറിക് സോപ്പ്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോപ്പ് മേക്കിങ്ങിൻ്റെയും പിന്നെ സോപ്പ് കട്ടിങ്ങും ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. താങ്ക് യു.